അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, നാടക, ഡോക്യുമെൻ്ററി, ടെലിഫിലിം, ചലച്ചിത്ര സംവിധായകൻ. 2020 അമച്വർ നാടക സംവിധായകനുള്ള കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, 2003-2004 KPC നാടകങ്ങളിലൂടെ മികച്ച നാടക സംവിധായകനുള്ള സംസ്ഥാന അവാർഡ്, 2003 ദേവമാനസം എന്ന ടെലിഫിലിമിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ്, 2014 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിഖ്യാതമായ ബാല്യകാല സഖി എന്ന നോവൽ മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. അങ്ങനെ ചലച്ചിത്ര സംവിധായകനായി. വിശ്വഗുരു എന്ന സിനിമയുടെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചു. സ്ക്രിപ്റ്റ് സ്ക്രീൻ എന്ന വിഭാഗത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനത്തെ അവലംബമാക്കി ഒരുക്കിയ തിരക്കഥയിലൂടെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് ജേതാവ്, കലാ സാംസ്കാരിക പ്രവർത്തകൻ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്നേഹഭാഷണത്തിനായി. വേദിയിലെ സർവാദരണീയരെ, പ്രിയപ്പെട്ടവരെ, പുലരി TV ഏറെ നീതിപൂർവമായ ചുവടുവയ്പ്പാണ് ഈ പുരസ്കാര നിർവഹണത്തിലൂടെ നിറവേറ്റുന്നത്. ഇതിൻ്റെ ജൂറി കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ചലച്ചിത്ര, ദൃശ്യമാധ്യമ, ടെലിവിഷൻ രംഗങ്ങളിലെ പ്രതിഭകളെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ വിധി നിർണ്ണയിക്കുന്ന ആൾക്കാരുടെ തീരുമാനങ്ങൾക്ക് ഒപ്പം ഇതിൻ്റെ സംഘാടകർ നിന്നു എന്നുള്ളതാണ് എനിക്കതിനോട് ഒരു താല്പര്യം തോന്നാൻ കാരണം. ഓരോ രംഗത്തും ഇപ്പം ബാബു നമ്പൂതിരി സാറിനെയൊക്കെ നമുക്കറിയാം, വളരെ മനോഹരമായിട്ട് ചലച്ചിത്ര രംഗത്തും നാടകരംഗത്തുമൊക്കെ തൻ്റെ പ്രതിഭാശേഷി തെളിയിച്ച അഭിനേതാവാണ്. ഈ പുലരി TV ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വരാനിരിക്കുന്ന പ്രതിഭകൾക്കുള്ള ഒരു വലിയ ആവേശവും ഊർജവുമൊക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃതഹസ്ഥരായ, വിഖ്യാതരായ ഇന്ത്യൻ സാംസ്കാരിക രംഗത്ത് തന്നെ നമുക്ക് മാർഗദീപങ്ങളായ പ്രഭാവർമ്മ സാറിനെ പോലെയുള്ള വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ബാബു നമ്പൂതിരി സാറ് ചലച്ചിത്ര രംഗത്തുമൊക്കെ നമുക്ക് പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വമാണ്. ഇതുപോലുള്ളവരുടെ നമുക്ക് മുന്നേ നടക്കുന്ന, നമുക്ക് വഴിവെളിച്ചങ്ങളായി നിലനിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഊർജം പകരുന്നതിനൊപ്പം പുതിയ ആൾക്കാർക്ക് കൂടി അവരെ കൂടി കൈപിടിച്ച് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, വരൂ, ഈ സർഗയാത്രയിൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹ വർഷങ്ങളുമേകി ഞങ്ങളുണ്ട് എന്ന് പുലരി TV നിങ്ങളോട് ഹൃദയപൂർവ്വം പറയുകയാണ് ചെയ്യുന്നത്. ഇത് നേടുന്ന ഓരോരുത്തരും പുതിയ ആൾക്കാർക്ക് ഓരോ വെല്ലുവിളിയാണ്. ഓരോ പുരസ്കാരങ്ങളും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം ശരി, ഇതിനുമപ്പുറത്ത് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും എന്നുള്ള ആവലാതിയാണ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കേണ്ടത്. അങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുവാൻ സാധിക്കുക. ഡിജിറ്റൽ മാധ്യമത്തിലൊക്കെ നമുക്കറിയാം പുതിയ മാറ്റങ്ങൾ ഒരുപാട് വന്ന ഒരു സമയമാണിത്. വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്ര സൈദ്ധാന്തികൻ അലക്സാണ്ടർ പെട്രോവിക്ക്, അദ്ദേഹം അമേരിക്കൻ ചലച്ചിത്ര സൈദ്ധാന്തികനാണ് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു 100-150 വർഷം മുമ്പേ ഉള്ള ഒരു ഉൾക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് കവിത പോലെ, കഥ പോലെ, എഴുത്ത് പോലെ നമുക്ക് പേനയും കടലാസും കൊണ്ട് നൈസർഗികമായി ഒരു സർഗസൃഷ്ടി നടത്തുവാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതികതയുടെ കുരുക്കില്ലാത്ത ഒരു നേർരേഖ വരുന്ന ഒരു കാലം ചലച്ചിത്രത്തിന് സംജാതമാകും. അപ്പോൾ ചലച്ചിത്ര മേഖല പുതിയ സർഗാത്മകതയുടെ രംഗങ്ങളിലേക്ക് ചിറകടിച്ചുയരുമെന്ന് അലക്സാണ്ടർ പെട്രോവിക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ദൃശ്യഭാഷകളെ, കഥകളെ, പ്രമേയങ്ങളെ ചലച്ചിത്ര ഭാഷയിലൂടെ മനോഹരമായി ആവിഷ്കരിക്കാവുന്ന ഒരു കാലഘട്ടം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ നൈസർഗികമായിട്ടുള്ള സർഗാത്മകതയുടെ വേരുകളെ നമുക്ക് പിഴുതെറിയാൻ കഴിയില്ല എന്നും ചലച്ചിത്ര ഭാഷയിൽ എങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ദൃശ്യബിംബങ്ങളായി സന്നിവേശിപ്പിക്കാമെന്നുമൊക്കെ അറിയുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെയുള്ളത്. എനിക്ക് മുന്നിലിരിക്കുന്ന ഓരോരുത്തരും ഇവിടെ പുരസ്കാരത്തിന് അർഹത നേടിയവർ, ഇതിൻ്റെ ജൂറി കമ്മിറ്റിയിൽ പ്രവർത്തിച്ചവർ, പുലരി TVയുടെ സംഘാടകർ, എല്ലാവർക്കും നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഒരു എളിയ സാംസ്കാരിക പ്രവർത്തകൻ, കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാ ഭാവുകങ്ങളും സ്നേഹവും ആശംസിക്കുന്നു. സ്നേഹം, നന്മ.